ഇതിപ്പോ ഒരു പുരുഷപക്ഷം സ്ത്രീപക്ഷം എന്നതിലൊക്കെ മാറിയിട്ട് ആഭ്യന്തര കുറ്റവാളി ഒരു മനുഷ്യപക്ഷമുള്ള ഒരു സിനിമ ആയിരിക്കും. ഈ സ്ത്രീ പുരുഷനും മനുഷ്യനല്ലേ? ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടൊക്കെ നമ്മളിപ്പോ ഈ സമത്വത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, എന്നാലും അങ്ങനെ പക്ഷെ നിങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ നമുക്ക് വിഷമാവും. കാരണം ആസിഫിക്കൊക്കെ എപ്പോ കണ്ടാലും പേരൊക്കെ വിളിക്കുന്ന, അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ഞാൻ ആസിഫിക്ക് എന്റെ പേര് വിളിച്ചില്ല. കുറ്റവാളിയാണോ കുറ്റവാളിനെ കുറ്റവാളി ആക്കാൻ പോകുന്ന ആളാണോ? കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാള്. എന്തായാലും ചിരിക്കില്ല അല്ലേ? അതെ ആക്ച്വലി അത് ഭയങ്കര ഹിറ്റായ ഡയലോഗായിരുന്നു. നമ്മളിപ്പോ റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ദിസ് ഈസ് നോട്ട് എ കോണക്ട് ഇന്റർവ്യൂ. വെരി ബോൾഡ് സ്റ്റേറ്റ്മെന്റ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ കൂടെ കുറച്ച് ആഭ്യന്തര കുറ്റവാളികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സിദ്ധാർത്ഥ് ഭരതൻ, ഡയറക്ടർ സേതുനാഥ്, ആസിഫ് അലി ആൻഡ് ആനന്ദ്. ഹായ്, സ്വാഗതം. കുറച്ച് എനിക്കറിയാം ഭയങ്കര ടയർഡായിട്ടിരിക്കുകയാണ്. അല്ല, അതെ. അപ്പോ നമ്മള് ഇപ്പോ ട്രെയിലർ കണ്ടു, പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴേക്കും ആരോ നിർബന്ധിച്ച് ഒരു പാവപ്പെട്ടവനെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടോ എന്നുള്ളൊരു എക്സ്പ്രഷൻ അല്ലേ മുഖത്തുള്ളത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടോ പേടിപ്പിച്ചല്ലേ ഡയറക്ടർ? കുറച്ച് കാലം പുറകെ കിടന്ന് പിടിച്ചതാണ്. ആണോ? ബുദ്ധിമുട്ടിയോ കൊറേ? ഇല്ല, അത് എനിക്ക് തോന്നുന്നു അതാണ് നന്നായത്. എന്താ പറയുക, ഏറ്റവും നല്ല ഈ പടം ഇറങ്ങണമെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പൂമാലയൊക്കെ മറ്റേ തൂക്കുകയറ് പോലെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും ഭയങ്കര അടിപൊളിയായിട്ട് ആരോ തൂങ്ങിച്ചാവാൻ പോകുന്നത് ഞാൻ ആലോചിച്ചിരുന്നു. പൂമാലയിലൊക്കെ കെട്ടി തൂങ്ങിച്ചാവാം. എന്താ ശരിക്കും എന്താണ്? ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു കോമഡി പടമായിരിക്കും. അപ്പൊ ഇൻട്രോയിൽ തന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബാക്ക് ടു ബാക്ക് സിനിമകളിൽ നിന്ന് ആസിഫ്ക്ക് ഇനി കുറച്ച് കോമഡി ആയിട്ടൊക്കെ വരാൻ പോവാന്ന് വിചാരിച്ചു. പക്ഷേ മുന്നത്തെ ആങ്കേഴ്സിനോട് സംസാരിച്ചതിൽ വെച്ച് എനിക്ക് മനസ്സിലായി ആ ചോദ്യം ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് കോമഡി ഹ്യൂമർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സിറ്റുവേഷൻ ആയിട്ടുള്ള ഹ്യൂമർ ഉണ്ട്. സഹദേവന്റെ ചില അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് അതൊരു തമാശയായിട്ട് തോന്നും. അതിൽ കുറച്ച് തമാശ ഫീൽ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അതൊക്കെ തന്നെയാണ് സഹദേവന്റെ പ്രശ്നം. സഹദേവൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട സ്വപ്നങ്ങൾ പകുതി കോമഡി ആവുന്നു. അപ്പൊ അതിനെ സഹദേവൻ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതും അതിനെ ചോദ്യം ചെയ്യുന്നതും ഒക്കെയാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോ ആഭ്യന്തര കുറ്റവാളി, ഡൊമസ്റ്റിക് ക്രിമിനൽ അല്ലേ? ഡൊമസ്റ്റിക് കൾപ്രിറ്റ്. അപ്പൊ എന്തുകൊണ്ട് ഇന്റർനാഷണൽ ആവാഞ്ഞ്? ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണോ? അല്ല, ഗാർഹിക പീഡനം എന്നാണ് ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ മലയാളം. ഗാർഹിക പീഡനം, അതായത് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ആളാണ് സഹദേവൻ. ആരാണ് ഇതിൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ആൾക്കാർക്ക് തിരിച്ചറിയണം. ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് ആൾക്കാര് പറയണം ഇതിൽ ആരാണ് ഗാർഹിക പീഡനം അനുഭവിച്ചതെന്ന്. എല്ലാം പ്രേക്ഷകർക്ക് എല്ലാം വിധി പറയേണ്ടത് പ്രേക്ഷകരാണ്. ഓക്കെ, സിദ്ധാർത്ഥേടാ, ഞാൻ സൂക്ഷ്മ സിദ്ധാർത്ഥ് ചേട്ടാ, ഞാൻ സൂക്ഷ്മദർശിനി കണ്ടത് ഞാൻ കുറെ ചിരിച്ചോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണാൻ ഒരു ചാൻസ് കിട്ടിയില്ല, അപ്പൊ കണ്ടപ്പോ ഞാൻ പറഞ്ഞു. ഇതിൽ എങ്ങനെയാണ് ക്യാരക്ടർ? കുറ്റവാളിയാണോ കുറ്റവാളിനെ കുറ്റവാളി ആക്കാൻ പോകുന്ന ആളാണോ?
കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാള്. സോ എന്തായാലും ചിരിക്കില്ല. ചിരിക്കില്ല അല്ലേ? അതെ ആക്ച്വലി അത് ഭയങ്കര ഹിറ്റായ ഡയലോഗായിരുന്നു. നമ്മളിപ്പോ റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ദിസ് ഇസ് നോട്ട് എ കോണക്ട് ഇന്റർവ്യൂ. വെരി ബോൾഡ് സ്റ്റേറ്റ്മെന്റ്. ഫണ്ണായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിലങ്ങനെ ഒരു പ്ലാനും ഇല്ല. കുറ്റവാളി ആണെങ്കിലും കുറ്റവാളി അല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാള് CID. ഓക്കെ, അടിപൊളി. നമ്മള് ഇത് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സേതുനാഥ്. അപ്പോ റിയൽ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു കഥ വന്നത്? അല്ല, അത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ എല്ലാവരുടെ ഇടയിലും ഉണ്ട് സഹദേവന്മാര്, അല്ലെങ്കിൽ പീറ്റർമാരുണ്ട്. ഇനി ഹരിശ്രീ അശോകൻ ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, മക്കാരിക്കാർ. ഇവരെല്ലാരും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും. അപ്പം എവിടേക്കോ എന്തൊക്കെയോ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. സ്വന്തം ലൈഫിൽ ഇല്ല, അത് സ്വന്തം ലൈഫിൽ നിന്നാണോന്ന് ചോദിച്ചാൽ അതിന്റെ പേരിൽ ഞാൻ കുറച്ചാലും കോടതി കിടന്നു. അവിടെ കണ്ട കാഴ്ചകൾ ഞാൻ പകർത്തിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇതിലെ ക്യാരക്ടർ? ഇതിലെങ്ങനെയാണ് ഇതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹദേവന്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. പുള്ളിയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും വന്ന് പറയുകയും പുള്ളി സഹായിക്കുകയും ചെയ്യുന്ന രണ്ട് ഫ്രണ്ട്സിൽ ഒരാളാണ് ഞാൻ. ഒന്ന് അസീസ് ഐക്കയാണ്. ഇതിലെന്റെ പേര് യുദാസ് എന്നാണ്. അതെ, യുദാസ്, യു ഇൻഷിലാണ്. ഓക്കെ, യുദാസ് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതിൽ ഞാൻ ചതിക്കുന്നൊന്നുമില്ല, ചതിക്കാത്ത യുദാസ് ആണ്. പാവ യുവദാസ്. ഓക്കെ, അടിപൊളി. ഇപ്പൊ നമ്മള് ട്രെയിലർ കാണുന്ന സമയത്ത് ഇപ്പൊ കുറെ കമന്റ്സ് ഒക്കെ വന്നത് എന്താന്ന് വെച്ചാലേ, ഇതിപ്പം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണോ? അല്ല, പുരുഷന്മാരുടെ പ്രശ്നങ്ങളും ഇവിടെ ഈ സംസാരിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നമ്മളിപ്പം പുരുഷന്മാരുടെ പല പ്രശ്നങ്ങളും ചിലപ്പോൾ സമൂഹത്തിൽ പറയുമ്പോൾ സമൂഹം ചിരിച്ച് തള്ളാറാണ് പതിവ്. അപ്പൊ അതുമല്ല, നമ്മളും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഈ പറയുന്ന പോലെ അംഗീകരിക്കപ്പെടേണ്ടതാണ്, സംസാരിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന ഒരു സിനിമയും കൂടെയാണിത്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയുന്ന ആരുമില്ലാന്ന്? അങ്ങനെ തോന്നിയിട്ടില്ല. ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. പുരുഷന്മാർക്ക് നല്ല പുരുഷന്മാരും നല്ല സ്ത്രീകളും ഉണ്ട്, മോശം പുരുഷന്മാരും മോശം സ്ത്രീകളും ഉണ്ട്. അപ്പൊ അതില് അഡ്രസ് ചെയ്യപ്പെടേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാത്ത പ്രശ്നങ്ങളെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് നോർമലി മനസ്സിലായി, അതായത് നമ്മള് ഡിസ്കസ് ഞാൻ പറഞ്ഞുതരാം. അതായത് നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കും, പക്ഷെ അത് ഡിസ്കസ് ചെയ്യപ്പെടാറില്ല. അപ്പൊ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമ്മൾ എടുത്ത ഒരു സിനിമയിലൂടെ സമൂഹത്തിലേക്ക് പറയുന്നു, അല്ലേ? താങ്ക് യു. ഞാൻ എന്താ ചോദിക്കാൻ വന്നു പക്ഷെ ഇതെന്റെ സ്ക്രിപ്റ്റിലില്ലായിരുന്നു. അതായിരുന്നു. ഓക്കെ, നമ്മളിപ്പോ ഓരോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുടെ ഫോട്ടോ വരും, ജാതകം വരും, എല്ലാ സാധനവും സോഷ്യൽ മീഡിയയിൽ അങ്ങ് സ്പ്രെഡ് ആവും. അത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും നോക്കില്ല. ഒരു കുറ്റം ചെയ്താൽ ഉടനെ ഫുൾ സൈസ് ഫോട്ടോ വിത്ത് എല്ലാ ഡീറ്റെയിൽസും വരും. പക്ഷേ ഇത് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ചിലപ്പോൾ ഇപ്പോഴാണ് പിന്നെ ഫോട്ടോസൊക്കെ കാണിക്കുന്നത്. പക്ഷെ എന്നാലും അത് കാണിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഫേസ് ഹൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ യുവതി എന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ലൈക്ക് പുരുഷന്മാരെ എക്സ്പോസ് ചെയ്യുന്ന പോലെ അതിനെ കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത്, ഞാനാണോ? ഓക്കെ, ആസ് എ സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറഞ്ഞ തെറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും പുരുഷന്മാരെ എക്സ്പോസ് ചെയ്യുന്നത് പോലെ തെറ്റ് ചെയ്ത സ്ത്രീകളെ എക്സ്പോസ് ചെയ്യണം. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്ക് പല ന്യൂസ് ചാനൽസും പല ആൾക്കാരുടെയും ലേഡീസിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ വരാറുണ്ട്. ഞാൻ അതിൽ പോയി തീയൊക്കെ ഇടാറുണ്ട്, കാരണം ധൈര്യം പ്രതികരിക്കുന്നുണ്ട്.
പക്ഷെ ആൾക്കാർ അതിന്റെ ഇടയിൽ വന്നിട്ട് ചിരിക്കുന്ന സ്മൈലിയോട് അതെന്തിനാന്ന് എനിക്കറിയില്ല. അതെല്ലാം നമ്മൾ ചില പോസ്റ്റിന്റെ അടിയിൽ നോക്കുമ്പോ ഇങ്ങനെ അല്ലേ, അത് കാണുമ്പോൾ പൊളിയായിരിക്കും. നമ്മള് സീരിയസ് ആയിട്ടായിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത്. കാരണം അത് നല്ലൊരു സാധനമാണ്, അവർക്ക് ആ ഒരു ധൈര്യം ഉണ്ട് കാണിക്കാൻ. അപ്പൊ ഞാൻ തീടും. ചില ആൾക്കാരോട് ചിരിച്ചിട്ട് മറ്റേ അങ്ങനെയൊക്കെ ഇടാറുണ്ട്. Okay. ഇതിപ്പോ എപ്പോഴായിരുന്നു, സൂക്ഷ്മദർശിനിക്ക് ശേഷമായിരുന്നോ ആഭ്യന്തര കുറ്റവാളി? അപ്പൊ എന്തായിരുന്നു ആ ഒരു അട്രാക്ട് ചെയ്ത ഫാക്ടർ? ഈ പർട്ടിക്കുലർ സീൻ നമുക്ക് കിട്ടിയ ഒരു സീൻ, ഈ വേഷം എന്ന് പറഞ്ഞ വേഷം തന്നെ അത്യാവശ്യം കുറച്ച് ഇമോഷണൽ ഒരു സ്പേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അത് ആസ് ആൻ ആക്ടർ എനിക്കതൊരു എന്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെ പിന്നെ ആസിഫ് അലി ആയിട്ട് അല്ല, അതായത് ഇതുവരെ ഇപ്പൊ കിട്ടിയ എന്റെ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇപ്പൊ ആക്ടിങ്ങിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്? ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ വന്നത് അഭിനയിക്കാൻ വേണ്ടി ആയി പോയെന്ന് മാത്രം. ഇപ്പൊ സഹദേവനായിട്ട് എന്തായിരുന്നു ആസിഫ് കെയിൽ കണ്ടത്? ആ നിഷ്കളങ്കത മുഖത്തേക്കൊക്കെ അതെ, അത് പെട്ട ഇതാ. അവിടെ ആണെങ്കിൽ ഒരു ദൈവമേ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഇനി ഇതിലോട്ട് നോക്കും, ഇങ്ങനെ നോക്കും. പാവം. അതായിരുന്നു മെയിൻ. ലൈക്ക് നമുക്കിത് ഈ ക്യാരക്ടർ ഇപ്പം സഹദേവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ എന്ന് പറയുന്ന ഒരു ഫേസ് വേണം. അപ്പൊ നമുക്ക് ഏറ്റവും ഞാൻ 1-2 ഇന്റർവ്യൂ പറഞ്ഞു, സ്ലീവാച്ചനാണ് എനിക്ക് ആസിഫ് ബ്രോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. അപ്പം ഉറപ്പായിട്ടും സഹദേവൻ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആസിഫ് ബ്രോ തന്നെയായിരുന്നു. എനിക്ക് പക്ഷെ ആസിഫ് കെയുടെ ഉയരേലത്തെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും നമ്മുടെ രജിഷ വിജയന്റെ കൂടെ ആക്ട് ചെയ്ത ആ അനുരാഗ് കരിക്കിൻ വെള്ളം, എനിക്ക് ആ ക്യാരക്ടർ എന്തോ റിയൽ ലൈഫിൽ എവിടെയൊക്കെ കണ്ട ആരുടെയൊക്കെ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. തോന്നുന്നല്ലേ? ഇപ്പൊ കെട്ടിയോളാണ് എന്റെ മാലാഖിനെ കുറിച്ച് പറഞ്ഞപ്പോ അതൊരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ നിന്നാണല്ലോ സംസാരിച്ചു പോകുന്ന ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് ശരിക്കും ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും സിനിമ നമ്മൾ കാണേണ്ടത്. അതിലും ഈ സ്ലീവാച്ചനും ഒരു പരിധിവരെ സ്ലീവാച്ചൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെയാണ് സ്ലീവാച്ചൻ അത് മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത്. ഇതില് സഹദേവന് എന്താണ് സംഭവിക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒരിക്കലും സഹദേവൻ ആഗ്രഹിച്ച പോലെ സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതമല്ല. സഹദേവന്റെ വളരെ ചെറിയൊരു ലൈഫാണ്, ഭയങ്കര ചെറിയ ലോകമാണ്. അച്ഛൻ, അമ്മ, 2 പ്രിയ സുഹൃത്തുക്കൾ, സന്തത സഹചാരികൾ. വൈകുന്നേരം, അതായത് ഒരു താൽക്കാലിക ജീവനക്കാരനാണ് ബാങ്കില്. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നാൽ സുഹൃത്തുക്കളെ കാണുക, വീട്ടിൽ പോവുക. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. സ്കൂളിൽ നിന്നാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും ജോലി കഴിഞ്ഞാണെങ്കിലും വന്ന വഴി കൂട്ടുകാരായിട്ടിരിക്കുക, ഒരു 8 മണി വരെ അവിടെ ഇരിക്കുക, നേരെ വീട്ടിൽ വരിക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഇത്രേ ഉള്ളൂ സഹദേവന്റെ ലോകം. സഹദേവൻ ഭയങ്കര വലിയൊരു ആഗ്രഹമാണ് കല്യാണം കഴിക്കണം എന്നുള്ളത്. കല്യാണം കഴിച്ചിട്ട് പിന്നെയുള്ള ജീവിതം സഹദേവൻ വിചാരിച്ച പോലെ ആണോ? അതിലെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സഹദേവൻ ഓവർകം ചെയ്യുന്നത്? ഇതിൽ കൂടുതൽ ഈ സിനിമയെ പറ്റി പറയാൻ. അതായത് ആഭ്യന്തര കുറ്റവാളി ആയോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ തിയേറ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോ പുരുഷന്മാരെന്ന നിലയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലൈക്ക് ഇത് ഡിസ്കസ് ചെയ്യപ്പെടണം പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തോന്നി എന്തെങ്കിലും? ഉണ്ട്, അത് ഈ സിനിമയിലുണ്ട്. അതാണ് ഈ സിനിമയുടെ ഐഡിയ. അതല്ല, അല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ? ഒരു കാര്യമേ ഉള്ളൂ, അത് ഈ പറഞ്ഞ പോലെ ഒരു 2 sides ഓഫ് ദ കോയിൻ എന്ന് പറയുന്ന പോലെ ഇവരെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അതാണ് സേതു പല പല ക്യാരക്ടേഴ്സായിട്ട് അത് കൊണ്ടുവന്നേക്കണം. ഈ ഡിസ്കഷൻ നമ്മുടെ നിലവിൽ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. സിനിമയിലൊക്കെ ഉള്ള ഡെപിക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഐ തിങ്ക് സോ. ഇതിലായിരിക്കും അത് ഒരു സിനിമയിൽ ചർച്ച ചെയ്യും. എന്തെങ്കിലും കോൺട്രവേഴ്സീസ് വരുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. ചർച്ച ചെയ്യപ്പെടാനുള്ള എന്തെങ്കിലും? അല്ല, ചർച്ച ചെയ്യപ്പെടും. ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അത്. പക്ഷെ അത് പറയേണ്ട യാഥാർത്ഥ്യമാണ് എന്ന് അറിഞ്ഞു തന്നെയാണ്. സമത്വം വേണം എന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട്. വേണമെങ്കിൽ എല്ലാത്തിലും വേണം. അതെ, അല്ലേ? അത് കറക്റ്റ്.
പക്ഷെ അല്ല അത് കറക്റ്റാ. എനിക്ക് അതെ, അതിനോട് അതന്നെയാണ്. നമ്മൾ പറയുന്നത്. That's the whole idea, man. Okay, അല്ല എനിക്ക് ചേട്ടന്റെ ഫേസ് കണ്ടപ്പോഴേ ഞാൻ അത് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഫേസ് ആണെന്നാണ്. സമയത്ത് എല്ലാത്തിലും വേണം. അതെ. Okay. എത്ര നാളായി ഇപ്പൊ ഈ കുറ്റവാളിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്? 3-4 വർഷമായി കുറ്റവാളിയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, 4.5 വർഷത്തിൽ അല്ല, ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത് മഹാവീരറിൽ നിന്നാണ്. അവിടെ നിന്ന് കഥ പറഞ്ഞ് ഒരു 4 വർഷത്തെ പ്രോസസ്സാണ് ഇത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കുറ്റവാളി. അങ്ങനെ എത്തി. ഓക്കെ. ഇപ്പോ സിനിമ റിലീസ് ആവുമ്പോഴാണെങ്കിലും പ്രേക്ഷകർക്ക് കുറെ എക്സ്പെക്ടേഷൻസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓൾറെഡി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ പ്രേക്ഷകർ എന്തെങ്കിലും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യണം എന്ന് പറയാനുണ്ടോ? ഇങ്ങനത്തെ ഒരു സാധനം എന്തായാലും ഈ പടത്തിലുണ്ടാവും. അല്ല, ഇപ്പൊ as it is ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതിനെ ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്, വളരെ സാധാരണ സിനിമയാണ്. ഇതിനകത്ത് ഭയങ്കര ഗിമ്മിക്കോ വലിയ എന്താ പറയാ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ട്വിസ്റ്റോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതിങ്ങനെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സിനെയും ഇവരുടെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് എവിടെയൊക്കെ പരിചയം ഉണ്ടെന്നോ കേട്ടിട്ടുണ്ടെന്നോ ഒക്കെ തോന്നും. ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകളെ നമുക്ക് അറിയാവുന്നതായിട്ട് തോന്നും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ. ഇതിപ്പോ ഒരു പുരുഷപക്ഷം സ്ത്രീപക്ഷം എന്നതിലൊക്കെ മാറിയിട്ട് ആഭ്യന്തര കുറ്റവാളി ഒരു മനുഷ്യപക്ഷമുള്ള ഒരു സിനിമ ആയിരിക്കും. ഉറപ്പായിട്ടും. ഈ സ്ത്രീയും പുരുഷനും മനുഷ്യനല്ലേ? ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടൊക്കെ ചോദിച്ചതാണ്. ഇതാണല്ലേ നേരത്തെ പറഞ്ഞ പ്രിപ്പയർ ചെയ്ത് വന്നതെന്ന്. ഇയാൾ പറയുകയും ചെയ്തു, പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈശപക്ഷം. ഞാൻ എത്ര അതെ, ഇതൊരു മനുഷ്യപക്ഷ സിനിമയാണ്. അതെ. അപ്പൊ ഞങ്ങളുടെ പ്രത്യേക അവകാശവാദങ്ങളൊന്നുമില്ല. ഇതൊരു സ്ത്രീയുടെയോ പുരുഷന്റെയോ പക്ഷം പിടിക്കുന്നില്ല. ഇതൊരു മനുഷ്യപക്ഷ സിനിമ. നല്ല മനുഷ്യന്മാർ, നല്ല മനസ്സുള്ളവർ, നല്ലതായി പെരുമാറുന്നവർ, നല്ല ചിന്തിക്കുന്നവർ. ഞാൻ ആക്ച്വലി ഇതൊക്കെ കൊറേ നേരെടുത്ത് പറയാനൊക്കെ പഠിച്ചു തന്നിട്ട് നിങ്ങൾ ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ ഇല്ലാണ്ടാക്കി ഇത് ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂല് തോന്നുന്നത്? അത് എപ്പോഴും തോന്നാറുണ്ടോ? എന്ത് ഈ ഇങ്ങനെ കുറെ അതെന്താ അറിയോ, പൊതുവെ എന്റെ ഇന്റർവ്യൂസിൽ മണ്ടത്തരം കൂടുതലാണ് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ബുദ്ധിജീവിയായിട്ട് ആസിഫാകാൻ തോന്നിയിട്ടില്ല. ഇത്ര നാളെ നമ്മൾ കുറെ ഇന്റർവ്യൂ എടുത്തിട്ട് സത്യസന്ധമായിട്ട് റിവ്യൂ പറയാം. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇന്റർവ്യൂവിന് ഇരുന്ന് തരില്ലല്ലോ അത് അല്ലേ? അല്ല, പൊതുവെ അങ്ങനെ ഒരു ടോക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് മനസ്സിലായി, ഇന്റലിജന്റ് ആണ്. ഓക്കെ. നമ്മളിപ്പോ ഈ സമത്വത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, എന്നാലും ഇക്വാലിറ്റി അതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഏതെങ്കിലും ഇന്ന ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഈ ഒരു കാര്യത്തിൽ ഇക്വാലിറ്റി വേണം എന്നുള്ളത്? എല്ലാ കാര്യത്തിലും വേണം. ഓരോന്ന് പറ, ഇതിലെങ്കിലും ഒന്ന് പറ. വീട്ടുജോലി ആണോ? വീട്ടുജോലി ഇല്ലേ? ഇക്വാലിറ്റി ഇല്ലേ? വേണം. വേണ്ടേ? എല്ലാരും പറയണം, അങ്ങനെ വെച്ചില്ല. എല്ലാത്തിലും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വേണം. ഇപ്പൊ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത് ശമ്പളം. അങ്ങനെ എല്ലാത്തിലും വേണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ ഇക്വാലിറ്റി ലൈഫ് ഇതുവരെയുള്ള ലൈഫിൽ? അന്ന് കിട്ടിയില്ല, പക്ഷെ ഇന്ന് ഞാൻ ഓക്കെ സെറ്റ്, ഇന്ന് എനിക്ക് കിട്ടിയെന്ന് തോന്നിയ ഒരു ഈക്വാലിറ്റി ഫീൽ ചെയ്ത ഒരു ഇൻസ്റ്റന്റ് എന്തായിരിക്കും? അറ്റൻഷൻ. പിന്നെ അത് ശരിയാ, അത് ഗേൾസിന് ഭയങ്കര കൂടുതലാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും കിട്ടുന്നില്ല? ഇപ്പൊ കിട്ടും. ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സിമ്പിൾ ഉത്തരം പറയൂ. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യണം? നമ്മളെന്ത് കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്? ഞങ്ങളിങ്ങനെ ഡയറക്റ്റ് നോക്കാറില്ല. അതായത് നമ്മൾ നോക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവരുത്, പക്ഷെ ഞങ്ങൾ നോക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മള് നേരെ നോക്കിയല്ലേ? ഞങ്ങൾ അങ്ങനെ ഇല്ല, ഞങ്ങൾക്കൊരു ലൈൻ ഇട്ട്. അപ്പൊ ഞങ്ങൾ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവാറുണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നോക്കിയില്ലെങ്കിൽ വിഷമം. അങ്ങനെ പക്ഷെ നിങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ നമുക്ക് വിഷമാവും. കാരണം ആസിഫിക്കൊക്കെ എപ്പോ കണ്ടാലും
പേരൊക്കെ വിളിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ഞാൻ ആസിഫ്ക്ക് എന്റെ പേര് വിളിച്ചില്ലല്ലോ. അങ്ങനെ ഒരു അവസരം വരെ എത്തിക്കരുത്. ഇല്ല, ഞാൻ പെട്ടെന്ന് ഇന്റർവ്യൂ തീർക്കാം. ഇന്റലിജന്റ് ആണ്. എനിക്ക് മനസ്സിലായി, എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വൈബ് ചേഞ്ച് ആകുമ്പോ അപ്പൊ തന്നെ ഞാൻ അപ്പൊ അല്ല കഴിഞ്ഞു, പേടിക്കണ്ട, കഴിയാറായി, ഡൺ. ഇനി ഒരെണ്ണം കൂടി ഇല്ല നിങ്ങക്ക് അനുഭവിക്കാം. അപ്പൊ എന്തായാലും ആഭ്യന്തര കുറ്റവാളി തിയേറ്റേഴ്സിലേക്ക് എത്തുവാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയുള്ള എല്ലാവിധ ടോപ്പിക്സ് ഉണ്ടാകും. അപ്പോൾ പ്രേക്ഷകരാണ് അവസാനമായിട്ട് വിധി എഴുതേണ്ട ആൾക്കാർ. അപ്പം ആസ് യൂഷ്വൽ എല്ലാ സിനിമകളെയും പോലെ നല്ലൊരു ചിത്രമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനു മുന്നേ എനിക്കിവിടെ 2 ഗസ്റ്റുകളും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അവർ ബിസി ആയതുകൊണ്ട് പോയി. നമ്മുടെ ജഗദീഷ് ഏട്ടൻ, അസീസ്ക, പിന്നെ നമ്മുടെ ന്യൂ ഫേസ് ഹീറോയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങളും കൂടി ഡയറക്ടർ എല്ലാം ഞാൻ എടുത്ത് വെക്കണ്ട, നീ പറ. അല്ല, അവരുടെ വിശേഷം എനിക്ക് തോന്നുന്നു എന്താ പറയണ, പുതുമുഖം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു. അതായത് ഒരു നോൺ ഫേസ് വേണ്ട ഈ സിനിമയ്ക്ക്, ഒരൊട്ടും പ്രെഡിക്റ്റബിലിറ്റി കൊടുക്കാത്ത ഒരു ക്യാരക്ടർ. അങ്ങനെ ഒരു ഓഡിഷൻ വെച്ച് 10,000 അപേക്ഷ കിട്ടിയിരുന്നത് ലാസ്റ്റ് വന്ന ആളാണ് തുളസി. അതെ, അതൊരു 5-6 പ്രോസസ്സായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം 3 ദിവസം ആ കുട്ടിക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങും പരിപാടിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നയന എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് മോൾഡ് ചെയ്തത്. നമ്മൾ ഓൾറെഡി ട്രെയിലർ കണ്ടു. ഓക്കെ, പിന്നെ അസീസ്ക, ജഗദീഷ് ഏട്ടൻ സുഹൃത്തായിട്ടാണ് അഭിനയിച്ചിരുന്നത്. ദേശവാസി, ഒരു സോഡ കമ്പനിക്കാരനാണ്. ഫുൾ ടൈം സഹദേവന്റെ കൂടെയുണ്ട്. എന്താ അസീസ്കയുടെ പേര്? അസീസ്കയുടെ ക്യാരക്ടറിന്റെ പേര് ഇപ്പൊ പറഞ്ഞു കേട്ടായിരുന്നോ? ഒരു വീഡിയോ കാണിക്കാനുണ്ട്, അതെന്റെ മിസ്സായി. ജഗദീഷ് ഏട്ടൻ. ഞാൻ ആരാ എല്ലാ കാര്യമുണ്ട്, അതും കൂടെ പറയും. തീർട്ടും ജഗദീഷ് ചേട്ടനുണ്ട്. ജഗദീഷ് ചേട്ടൻ വക്കീലാണ്, കോടതിയിലാണ്. പൊരിക്കുന്ന വക്കീലാണ്. ശരിയാണല്ലോ. അപ്പൊ ഈ വരുന്ന ഈ ഏപ്രിൽ വീഡിയോ കാണിക്കുന്നു. ഇപ്പൊ വരും. എല്ലാം നശിപ്പിച്ചു. കാണില്ലേ? അതായത് നമ്മള് ക്യാപ്ഷനൊക്കെ ഭയങ്കര ആത്മാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞ തന്നേക്ക. സന്തോഷം. അവര് ഒത്തില്ല. അപ്പൊ ഈ ഏപ്രിലില് തിയേറ്ററുകളിലേക്ക് എത്തുവാണ്. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിനിമ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന, കണ്ടു കഴിയുമ്പോൾ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പം തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. അടിപൊളിയായിട്ട്. താങ്ക് യു.